ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിലോട്ട് പോവുകയാണ്. ഫ്രാൻസ് സന്ദർശനം കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയും ചൈനയൊക്കെ ഉൾപ്പെട്ട രാജ്യങ്ങൾ, ഫ്രാൻസ് ഏകദേശം 91 ബില്യനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ടുള്ള പല എക്സ്പേർട്ടുകൾ അതിനകത്ത് പങ്കെടുത്തു. ChatGPTയിലെ ഓൾട്ട്മാൻ തുടങ്ങിയവരൊക്കെ. ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് കടക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ട്രംപുമായിട്ടുള്ള ഡിസ്കഷനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം ട്രംപ് പല ലോകരാജ്യങ്ങളുടെ മുകളിലും ടാരിഫ് എന്ന് പറഞ്ഞ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തുന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഓർമ്മയിരിക്കണം, റെസിപ്രോക്കലായിരിക്കും. അത് റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ എത്രയാണ് ടാരിഫ് ഇടുന്നത്, അതേ ടാരിഫായിരിക്കും അമേരിക്ക ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ കൊണ്ടുവരുന്ന പ്രോഡക്ട്സിനുൾപ്പെടെ ടാരിഫ് ഇടുന്നത്. ഇതാണ് വാണിംഗ് ആണ് സംഭവം. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകദേശം 30ഓളം ഐറ്റംസിൻ്റെ അമേരിക്കൻ സാധനങ്ങളുടെ ടാരിഫ് ചിലതിന് 30% കുറച്ചു, ചിലതിന് 12%, 10%, 20% കുറച്ചു. പക്ഷേ അമേരിക്കയിലെല്ലാ പ്രോഡക്റ്റിനും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ലോകത്തെല്ലാം പോകുന്ന പ്രോഡക്റ്റുകൾക്ക് ഈ 10% ഉള്ളൂ. കാരണം അമേരിക്കയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. പക്ഷെ ഇന്ത്യ ഗവൺമെൻറ്റും അമേരിക്കയായിട്ടുള്ള ഒരു വലിയൊരു കരാർ ഉണ്ടാകാൻ പോവുകയാണ്. അതായത് ട്രേഡ് ഡെഫിസിറ്റായ $41 ബില്യൺ. അത് എത്രമാത്രം കുറയ്ക്കണം, ഈ കാര്യത്തിലാണ് ട്രംപിൻ്റെ പിടുത്തം. ഇപ്പം ഇതിനകത്ത് ഇന്ത്യ അവിടുന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാമെന്ന് പറയുന്നു, CNG വാങ്ങാമെന്ന്, LNG വാങ്ങാമെന്ന് പറയുന്നു. പക്ഷേ ഇതിലൊന്നും ഈ ട്രേഡ് ഡെഫിസിറ്റ് ഒന്നും ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള കുറച്ചിലൊന്നും ഉണ്ടാവുന്നില്ല. അതേപോലെ വെപ്പൺസ് വാങ്ങാമെന്ന് പറയുന്നു. പക്ഷെ ട്രംപിൻ്റെ പിടിവാശിയാണ് ഈ സംഭവം. ട്രംപിൻ്റെ പിടിവാശിക്ക് ഇന്ത്യ അയഞ്ഞു കൊടുത്തേ മതിയാകും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം എക്കണോമിക് ടൈംസിലാണ്, അമേരിക്കൻ പത്രങ്ങളിലാണെങ്കിലും ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്ന 2 രാജ്യങ്ങളെയാണ് ട്രംപ് പ്രധാനമായിട്ടും റെസിപ്രോക്കൽ ടാരിഫിൽ നോട്ടം ഇട്ടിരിക്കുന്നത്. ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് തായ്വാൻ. ഇന്ത്യയുടെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പല പ്രോഡക്റ്റുകളുണ്ട്. കാരണം അമേരിക്കൻ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ ഈ കാര്യമായ പ്രസക്തി ഇല്ലാതെ. അതായത് ഇപ്പം നമ്മളിപ്പോൾ വെഹിക്കിൾസ് എടുക്കാം, കാറുകൾ. അറിയാം, അമേരിക്കൻ കാറുകൾ ഇന്ത്യയിൽ വരെ 170% ടാക്സ് ഒക്കെയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് അമേരിക്കൻ കാറുകളും ഇലക്ട്രിക് വാഹനങ്ങളും ഇന്ത്യയിൽ വരണം. അതേപോലെ തന്നെ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ വിൽക്കണം. ഇതൊക്കെ അമേരിക്ക ഡിമാൻഡാണ്. അപ്പം അങ്ങനെ ഇന്ത്യ ഈ സാധനം വീണ്ടും കുറച്ചില്ല എങ്കിൽ ട്രംപ് ടാരിഫ് നമുക്കെതിരെ 5%, 10% ഇട്ട് കഴിയാൻ തന്നെ അത് ഇന്ത്യയുടെ 1 ട്രില്യൺ ഇപ്പോഴും നമ്മൾ നടത്തുന്ന ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ അത് വലിയ ശതമാനമായിട്ടാണ് കുറയും. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, അതായത് IT എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയ അടി കിട്ടും. അന്ന് ഹ്യൂജ് ഡെഫിസിറ്റാണ്, ഏകദേശം 41 ബില്യൺ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ടീമും ഡിസ്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? കാരണം ഉറപ്പായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. കാരണം അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റുമായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ അമേരിക്കൻ സാധനങ്ങളുടെ വില കൂടിയാൽ ആളുകൾ ബൈ ചെയ്യത്തില്ല. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന പല അമേരിക്കൻ പ്രോഡക്റ്റിൻ്റെ ടാരിഫ് എത്ര ശതമാനം കുറയ്ക്കും? ഇതാണ് വളരെ കൃത്യമായ പോയിന്റ്. അതായത് ട്രംപിൻ്റെ താല്പര്യം അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ പോകണം. അതിന് ഇന്ത്യ അമേരിക്കൻ പ്രോഡക്റ്റുകളുടെ ഈ പറയുന്ന ടാരിഫിൽ പോകാൻ പറ്റില്ല. അതായത് ഇന്ത്യ എടുത്തിരിക്കുന്ന ടാരിഫ് അതിൽ നിന്നും വീണ്ടും കുറയണോ, അല്ലെങ്കിൽ ടാരിഫ് ഏർപ്പെടുത്തും. ഇൻഡയറക്റ്റും ഡയറക്റ്റുമായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്കണോമിക് ടൈംസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ മീഡിയ ആണെങ്കിലും അമേരിക്കൻ മീഡിയ ആണെങ്കിലും ഇത് വളരെയധികം ഹൈലൈറ്റ് ചെയ്ത്. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയെ പിണക്കാൻ താല്പര്യമില്ല. അമേരിക്കയ്ക്ക് താല്പര്യം ചൈനീസ് പ്രോഡക്റ്റ് ഒരു ഭാഗത്ത് ഇങ്ങനെ നിർത്തുക, അതിനുശേഷം ഇന്ത്യയുമായിട്ട് നല്ല ധാരണ ഉണ്ടാകുക. അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് താല്പര്യമുണ്ട്.
അമേരിക്കൻ കാറുകളാണെങ്കിലും അമേരിക്കൻ മറ്റുള്ള പ്രോഡക്റ്റുകളാണെങ്കിലും അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യണം. ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. അതിൻ്റെ അകത്ത് ക്രൂഡും മറ്റുള്ള സാധനമൊന്നും അല്ല. അതേപോലെ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഹാർഡ്വെയർ, മിലിറ്ററി മെറ്റീരിയൽസ്, ഹാർഡ്വെയർ സാധനം അത് അമേരിക്കയിൽ നിന്ന് വാങ്ങണം. എന്നാലേ ഈ ട്രേഡ് ഡെഫിസിറ്റ് ഈ പറയുന്ന പോലെ ഇംബാലൻസ് ചെയ്ത് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ വലിയ പാടായത്. ഇൻ കേസ് അമേരിക്ക ഒരു 10% ടാരിഫ് ഇന്ത്യയുടെ മേലിൽ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് അന്ന് പൊളിഞ്ഞു പോകും, അന്ന് വെടിതീർന്നു പോകും. ഇന്ത്യയിലെ IT സെക്ടറിൽ ഇന്ന് കാണുന്ന ജോലിയുണ്ടല്ലോ, അതിൻ്റെ 1% കുറഞ്ഞു പോകും. അതാണ് അമേരിക്കയുടെ ഒരു ഈ ഫിനാൻഷ്യൽ പവർ എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ എല്ലാ സെക്ടറിലും ബാധിക്കും. അമേരിക്ക 25% ഏത് സ്റ്റീലും ഏത് രാജ്യത്തിനും, അത് ഏകദേശം $500 മില്യൺ സ്റ്റീലാണ് ഇന്ത്യ അമേരിക്കയിലോട്ട് കയറ്റും. ഇന്ത്യയല്ല മേജർ പാർട്ട്, മറ്റുള്ള പല രാജ്യങ്ങളുണ്ട്. പക്ഷേ 25% ടാരിഫ് ഇന്ത്യൻ സ്റ്റീലിൽ ലോകത്തുള്ള എല്ലാ സ്റ്റീലിനും മേളിൽ വന്നു കഴിഞ്ഞപ്പം ഈ $500 മില്യൺ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഫാക്ടറികളാണ് നിലച്ചു പോകുന്നു. അപ്പോൾ അതേപോലെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അതും നിലച്ചു പോകും. അതുകൊണ്ടാണ് സ്റ്റീൽ കമ്പനികളുടെ വരാനുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ കമ്പനികളിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി എപ്പോഴും പോകും. ഇന്ത്യയുടെ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം നമ്മൾ ആ രീതിയിൽ അമേരിക്ക എന്ന് പറയുന്ന മാർക്കറ്റ് അവർ നമുക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ പറയുന്ന ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ പവർഫുൾ എക്കോണമിയാണ് ഇന്ത്യ, അതിൻ്റെ ആ ഗ്രോത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് താഴും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും അതിൻ്റെ അത് പ്രധാനപ്പെട്ടത്. കാരണം അത് ഇന്ത്യ വല്ലാത്ത രീതിയിൽ ഹാം ചെയ്ത് കളയും. അമേരിക്കൻ ഓയിലോ സംഭവമൊന്നുമല്ല, അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് കാറുകളാണെങ്കിലും മറ്റുള്ള കൺസ്യൂമർ ഐറ്റംസ് ആണെങ്കിൽ എല്ലാം കൊണ്ടുവരണം. അത് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ പ്രൈസ് ഇല്ലാതെ വിൽക്കുന്ന രീതിയിൽ ആ സാധനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കൻ പ്രോഡക്റ്റുകളുടെ ടാരിഫ് നല്ലപോലെ കുറയ്ക്കണം തന്നെയാണ് ട്രംപിൻ്റെ ഡിമാൻഡ്. അത് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ടാരിഫ് വരും. ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന ഗുജറാത്തി എത്രമാത്രം അമേരിക്കൻ ഗവൺമെൻറ്റിനെ ട്രംപിനെ സ്വാധീനിക്കാൻ സാധിക്കും. ട്രംപിൻ്റെ ഒറ്റ ഗെയിമേ ഉള്ളൂ, അമേരിക്ക മാത്രമേ ഉള്ളൂ. അമേരിക്ക ബിക്കം സ്ട്രോങ്. അമേരിക്കയിൽ ബിസിനസ് ഉണ്ടാകണം, മാനുഫാക്ചറിങ് ഉണ്ടാകണം. ഈ സംഭവങ്ങളെല്ലാം വരാൻ വേണ്ടി ഈ സാധനങ്ങൾ ഇവിടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു മാർക്കറ്റായിട്ട് ഇന്ത്യ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകണം. ആ സാധനങ്ങൾ ഇന്ത്യയിലെ കൺസ്യൂമർ ബൈ ചെയ്യണം. അതിനുവേണ്ടി ഇന്ത്യ ടാരിഫ് കുറയ്ക്കുമോ ഇല്ലയോ, ഇതാണ്. ഇപ്പോൾ ഇന്ത്യ പറഞ്ഞ ഈ സംഭവത്തിലൊന്നും പുള്ളിക്ക് സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. അത് ഈ ടോക്സിലെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് എതിരായിട്ട് പോകാനുള്ള താല്പര്യമൊന്നുമില്ല. അതാണ് എൻ്റെ ഒരു കണക്കുകൂടൽ. കാരണം ഇന്ത്യയെ ഡയറക്റ്റായിട്ട് ബാധിക്കും. ഇന്ത്യ ഡയറക്റ്റായിട്ട് ബാധിക്കുമ്പോൾ ഓരോരുത്തരെയും ബാധിക്കും. കാരണം മാർക്കറ്റ് ഡൗൺ ആയിപ്പോയി. ഇന്ത്യൻ ബിസിനസ്സിനെ ബാധിക്കും, ഇന്ത്യൻ ട്രേഡിനെ ബാധിക്കും, ഇന്ത്യൻ മാനുഫാക്ചറിങ് സെക്ടറിനെ ബാധിക്കും. പക്ഷെ അമേരിക്കൻ പ്രോഡക്റ്റ് വന്നപ്പോൾ ഇവിടുത്തെ കാറുകളുടെ വില അതെങ്ങനെ പോകും, അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് രണ്ടും കൂടെ യോജിച്ച് മുന്നോട്ട് പോകുന്നത്? കാരണം ഇന്ത്യൻ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് അതിനെ താങ്ങി നിർത്തണം, അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വിൽക്കണം. ഇതുമായിട്ട് എങ്ങനെ യോജിച്ചു പോകും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പറഞ്ഞത് കച്ചവടമായ ട്രേഡാണ് ഈ സംഭവം. ട്രേഡ് വാറാണ് ലോകത്ത് നടക്കുന്നത്. അപ്പം ചില സാധനങ്ങൾക്ക് കയറി എക്സ്ട്രാ ടാരിഫ് നമ്മൾ ഇന്ത്യ മാറ്റിയേ മതിയാവത്തുള്ളൂ. കാരണം ഏത് പ്രോഡക്റ്റ് അമേരിക്കയിൽ ഇപ്പോൾ 10% ഉള്ളൂ. ഇന്ത്യ ചിലപ്പോൾ ആ രീതിയിലോട്ടാകേണ്ടി വരും. അതാണ് ട്രംപ് പറഞ്ഞ റെസിപ്രോക്കൽ. ഇന്ത്യ ഇപ്പം ഒരു പ്രോഡക്റ്റ് 20% ടാരിഫ് അമേരിക്കൻ സാധനത്തിൽ വെച്ചേക്കുവാണെങ്കിൽ അമേരിക്ക അതേ പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ചില പ്രോഡക്റ്റ് 20 വെക്കും. അതിൽ പെട്ടുപോകും നമ്മൾ. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകാൻ പോകുന്നത് ഇന്ത്യയുടെ മാനുഫാക്ചറിങ്, IT, ഫാർമസ്യൂട്ടിക്കൽ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഇലക്ട്രോണിക്സ്, അതായത് മൊബൈൽ അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതിനൊക്കെ വല്ലാതെ കയറി ബാധിക്കും. ഇനി നോക്കേണ്ടത് എവിടെയാണ് ഈ ചെന്ന് നിൽക്കുന്നത്. കാരണം ഈ വരാൻ പോകുന്നുണ്ട് ഈ ഡേറ്റുകളുടെ ഡിസ്കഷൻ. അപ്പം അതിനകത്ത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം.
അതേപോലെ തന്നെ അമേരിക്കയുടെ താല്പര്യമാണ് ഇനി ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങരുത്. അതായത് വെപ്പൺസോ ഹാർഡ്വെയറും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യണം. നിങ്ങൾ നാറ്റോ രാജ്യങ്ങളെ ഡിപ്പെൻഡ്, പക്ഷേ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം റഷ്യ ഒറ്റപ്പെടുത്താനുള്ള തീരുമാനമാണ് അമേരിക്കയുടെ. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെ പോകും, എന്തായിരിക്കും റിസൾട്ട് മുന്നോട്ട് പോകുന്നത്, വരാനുള്ള ദിവസങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വളരെ ക്രൂഷ്യലാണ് ഇന്ത്യയുടെ കാര്യം. കാരണം ടാരിഫ് വന്നു കഴിഞ്ഞ് ഇന്ത്യയുടെ എക്കോണമി ഭയങ്കരമായിട്ട് ഇതിൽ ബാധിക്കും. ഇന്ത്യയുടെ ജോബിനെ ബാധിക്കും, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയെ ബാധിക്കും, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിനെ ബാധിക്കും, ട്രേഡിനെ ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും. നോക്കാം എന്താണ് സംഭവിക്കുന്നത്.